നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിലെ കുടിവെള്ള പ്രശ്നം ഇന്നിപ്പോ 5ാമത്തെ ദിവസമാണ് ഈ ക്രൈസിസ് തുടങ്ങിയിട്ട്. 4ാമത്തെ ദിവസമാണ് മാധ്യമങ്ങൾ ഇതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ തിരിച്ചറിഞ്ഞ് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അതായത് ഇന്നലെയാണ് കൂടുതലായിട്ടും ഇതിന്റെ വാർത്തകൾ പുറം ലോകം അറിഞ്ഞു തുടങ്ങിയത്. അപ്പം 5 ദിവസമായിട്ട് അവിടെയുള്ള ജനങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം പോലും കിട്ടുന്നില്ല. കുടിവെള്ളമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. പൊന്നും വില കൊടുത്താണ് അവിടെയുള്ള ആൾക്കാർ എന്തു വാങ്ങിക്കുന്നത്? കുടിവെള്ളം വാങ്ങിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇന്നലെ ഏത് വാർത്താ ചാനലാണ് എന്ന് എനിക്ക് ഓർമ്മയില്ല. ആ ഒരു വാർത്തയിലൂടെയാണ് ഞാൻ സത്യത്തിൽ ഈ ഒരു സംഭവം അറിയുന്നത്. ഇന്നലെ അവർ റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് ഇതുപോലെ കുടിവെള്ളം ചുമന്നുകൊണ്ട് പോയ ഒരു മനുഷ്യൻ കുഴഞ്ഞു വീണ് മരിച്ചു. പക്ഷെ ഇന്നിപ്പോ നോക്കിയിട്ടൊന്നും ആ വാർത്ത കണ്ടില്ല. ഒരുപക്ഷെ അത് റിമൂവ് ചെയ്തതായിരിക്കും. കാരണം അതും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ അത്രയും സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് എന്ന് പുറം ലോകം അറിയുമല്ലോ. അതുകൊണ്ട് ഒരുപക്ഷെ റിമൂവ് ചെയ്തതായിരിക്കാം, എനിക്ക് അറിയില്ല. ഏതായാലും അത്രയും രൂക്ഷമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് തിരുവനന്തപുരം നഗരസഭയിലുള്ള ജനങ്ങൾ ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നഗരസഭയുടെയും വാട്ടർ അതോറിറ്റിയുടെയും അലംഭാവം മൂലമാണ് ഇങ്ങനെ ഒരു ക്രൈസിസ് ഉണ്ടായത്. നമ്മൾ അരുവിക്കര വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്നാണ് തിരുവനന്തപുരം നഗരസഭയിലേക്കുള്ള കുടിവെള്ളം എത്തിച്ചേരുന്നത്. അപ്പം അവിടെ നിന്നുള്ള പൈപ്പ് ലൈനിന്റെ തകരാറ് മൂലമാണ്. അപ്പൊ ഈ പൈപ്പ് ലൈൻ 48 മണിക്കൂറിനുള്ളിൽ ആ തകരാറ് പരിഹരിക്കും. വാൽവിൽ എങ്ങാണ്ടുള്ള ഒരു കംപ്ലൈന്റ് ആണ്. അപ്പൊ അത് 48 മണിക്കൂറിനുള്ളിൽ പരിഹരിക്കുമെന്നാണ് ആര് പറഞ്ഞത്? വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ പറഞ്ഞത്. പക്ഷേ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് തലയേതാ വാലേതാ എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഈ പ്രശ്നം ഇങ്ങനെ നീണ്ടുപോയി. 5 ദിവസം എടുത്തു. അപ്പൊ 4ാമത്തെ ദിവസമാണ് നമ്മുടെ മേയറും അവിടെയുള്ള MLA ഒക്കെ തന്നെ ഈ വിഷയത്തിലേക്ക് ഇടപെട്ടത്. കാരണം അന്നേരമാണല്ലോ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയതും മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയതും. അതുകൊണ്ട് തന്നെ ഇന്നലെ മേയറും MLA ഒക്കെ തന്നെ സ്ഥലത്തെത്തിയിരുന്നു. എല്ലാ പ്രശ്നവും പരിഹരിക്കുമെന്ന് പറഞ്ഞു. ഇന്നലെ രാത്രിയോടുകൂടി മേയറിന്റെ വാർത്ത വന്നു. അതായത് എല്ലാ പ്രശ്നവും പരിഹരിച്ചു, ആശ്വാസമായി എന്നൊക്കെ നമ്മുടെ മേയറമ്മ പറഞ്ഞു. പക്ഷേ ഇന്ന് രാവിലെ, ഇന്നിപ്പോ 5ാമത്തെ ദിവസമാണ്, ഇന്ന് രാവിലെയും ഇതുവരെയും ജനങ്ങൾക്ക് വെള്ളം എത്തിയിട്ടില്ല. പല സ്ഥലങ്ങളിലും കുടിവെള്ളം എത്താനുണ്ട്. ഇപ്പൊ പറയുന്നത് ഉച്ചയോടുകൂടി എല്ലാവർക്കും വെള്ളം എത്തിച്ചു കൊടുക്കും, എല്ലാം ഓക്കെ ആകുമെന്നാണ്. അപ്പം ഏതായാലും അവിടെയുള്ള ജനങ്ങൾ ഇതിനെപ്പറ്റി എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. ചോദിക്കാം, എങ്ങനെയാണ് ഈ വെള്ളം കൃത്യമായിട്ട് ഇവിടെ ലഭ്യമാകുന്നുണ്ടോ? എന്താണ് അവർ പറയുന്ന മറുപടി? 2-3 മാസത്തിൽ കൂടുതലായി ചോദിക്കുന്ന സമയത്ത് പറയുന്നത് പണി നടക്കുന്ന ഉടനെ ശരിയാവും, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. നമ്മളിപ്പോൾ കുടിക്കാൻ വേണ്ടി ബോട്ടിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങുന്ന ഒരു അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത്. കുട്ടികൾക്ക് ക്ലാസ്സിലൊക്കെ പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇവരെന്താ പറയുന്ന മറുപടി എന്തോന്നാണ്? പണി നടക്കുന്നത് ഉടനെ ശരിയാവും. എന്തോ പിന്നെ ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറയുന്നു. പക്ഷേ ജനങ്ങളെ വളരെ ദുരിതത്തിലാക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. രാവിലെ പാചകം ചെയ്യാനൊക്കെ വെള്ളം ഉണ്ടോ? ബുദ്ധിമുട്ടാണ്. ബോട്ടിൽ ഇപ്പോൾ കടയിൽ നിന്ന് ബോട്ടിൽ വെള്ളം വാങ്ങിയാണ് ചായ ഇടുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. CF നഗറിലെ ആളുകൾ തന്നെയല്ലേ? എന്താണ് ഇവിടുത്തെ അവസ്ഥ? ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ പ്രശ്നമാണ്. ഉദ്യോഗസ്ഥന്മാർക്ക് ഇവിടെ AICക്കോ ഇത് സൂപ്പർ എഞ്ചിനീയർക്കോ AIക്കോ ഓവർസിയർക്കോ ഇവിടെ പൈപ്പ് ലൈൻ ഏത് വഴി പോകുന്നു, വാൽവ് എവിടെ ഇരിക്കുന്നു അവർക്കറിയില്ല. അപ്പോൾ അവരുടെ ഞങ്ങൾ സമരം ചെയ്ത സമയത്ത് ഞങ്ങൾ ആവശ്യപ്പെട്ടത് പഴയ ആളുകളെ നേരത്തെ. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടിയിട്ടുണ്ടല്ലോ. 5 ദിവസമായി ജലവിതരണം മുടങ്ങിയിട്ടെങ്കിലും 4.5 മാസമായിട്ട് വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അത് അത്രയും രൂപ കൊടുത്താണ് വെള്ളം വാങ്ങിക്കുന്നത്. വെള്ളം പോലും ഈ രീതിയിൽ കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. അതിനകത്ത് ആ മനുഷ്യൻ പറയുന്നുണ്ട്, വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് പണി അറിയില്ല. അത് സത്യമാണ്. കാരണം വാട്ടർ അതോറിറ്റിയിലുള്ള ചില ഉദ്യോഗസ്ഥന്മാർ എഞ്ചിനീയർമാരാണെന്ന് തോന്നുന്നു. അവർ വാർത്താ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ 1ാം ക്ലാസ്സിലുള്ള പിള്ളേർക്ക് ഇതിലും വിവരം ഉണ്ടെന്ന് തോന്നും. അവർക്ക് PVC പൈപ്പുകൾ തമ്മിൽ ഒട്ടിക്കാനെങ്കിലും ഉള്ള ഒരു നോളേജ് ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. കൃത്യമായിട്ട് പണി അറിയാവുന്ന ജീവനക്കാരില്ല. അതിന് കാരണം എന്താണ്? സർക്കാരുടെയും വലിയ വലിയ നേതാക്കന്മാരുടെയും താല്പര്യ അനുസരണമുള്ള ആൾക്കാരെ ആണല്ലോ ഇപ്പൊ ഗവൺമെന്റ് ജോലികളിലേക്കൊക്കെ നിയമിക്കുന്നത്. അവർക്ക് സ്ഥാനക്കയറ്റം വാങ്ങിച്ചു കൊടുക്കുന്നതും ആ രീതിയിലാണല്ലോ. അപ്പൊ പിന്നെ എങ്ങനെ അവർക്ക് പണി അറിയാനാണ്? പണി അറിയാവുന്ന ഉദ്യോഗസ്ഥന്മാരില്ല. കൃത്യമായിട്ട് കാര്യങ്ങൾ നടത്തി കൊണ്ടുപോകുന്നില്ല. 48 മണിക്കൂറിനുള്ളിൽ അറ്റകുറ്റപ്പണി കഴിയാന്ന് പറഞ്ഞപ്പോ ഇപ്പൊ 5 ദിവസമായി. ഒന്ന് ആലോചിച്ച് നോക്കി. തല ഏതാ വാലേതാന്ന് അറിയില്ല. എങ്ങനെ വാൽവിന്റെ ഇത് പരിഹരിക്കാനാണ്? അതിനുശേഷം നമ്മുടെ നഗരസഭയിലെ മാതാവും MLA ഒക്കെ വന്നിരുന്ന് സംസാരിക്കുന്നത് എന്താണ്? അവരുടെ മെയിൻ പരിപാടി എന്താണ്? പഴിചാരൽ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർ മെയിൻ ആയിട്ട് വന്നിരുന്ന് എന്താണ് ചെയ്യുന്നത്? പഴിചാരലാണ്. ഇപ്പം അവിടുത്തെ മേയറും MLAയും വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെയാണ് മൊത്തം പ്രശ്നം എന്ന് പറഞ്ഞ് പരിചാരിക്കൊണ്ടിരിക്കുകയാണ്. സത്യമായിരിക്കാം, വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്കാണ്. അവർക്ക് പണി അറിയത്തില്ല. പണി അറിയത്തില്ലെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും കൃത്യമായിട്ട് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം ആരാണ്? നഗരസഭയുടെ മാതാവിന്റെ ഭാഗത്തല്ലേ ആ ഒരു ഉത്തരവാദിത്തം കിടക്കുന്നത്? അതല്ലെങ്കിൽ MLAയുടെ ഭാഗത്തു നിന്നല്ലേ? ഈ ഡിപ്പാർട്ട്മെന്റ് എല്ലാം തന്നെ ഇവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റുകളാണ്. നിങ്ങൾ ആലോചിക്കണം. അപ്പൊ സർക്കാർ ജോലിക്കാരെ അവരെ കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്യുകയും അവരെല്ലാ ജോലിയും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്തം ആരുടേതാണ്? ടോപ്പിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥരുടേതാണ്. അതായത് മേയറുടെയും MLAയുടെയും ഒക്കെ ഉത്തരവാദിത്തം തന്നെയാണിത്. അപ്പം വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും അവിടെയുള്ള നഗരസഭയിലെ ഭരണകൂടവും തമ്മിൽ യാതൊരു രീതിയിലുള്ള കോർഡിനേഷനും ഇല്ല. അവർ തമ്മിൽ യാതൊരു രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനും ഇല്ല. 48 മണിക്കൂറായിട്ടും അത് പരിഹരിച്ചില്ല എന്ന് കണ്ടപ്പോൾ എന്തുകൊണ്ട് മേയർ ഇടപെട്ടില്ല? എന്തുകൊണ്ട് MLA ഇടപെട്ടില്ല?
ഇപ്പൊ ഇത്രയും മാധ്യമങ്ങൾ അതിനകത്ത് ഇടപെട്ട സമയത്ത് വലിയ രീതിയിൽ സിംപ്ലന്മാരായിട്ട് ഒരുങ്ങി വന്നിരുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ പഴിയും വാട്ടർ അതോറിറ്റിയുടെ മണ്ടയ്ക്കോട്ട് അങ്ങോട്ട് ചാരിയപ്പോൾ ഇവർ ഉത്തരവാദിത്തം കഴിഞ്ഞു. അങ്ങനെ വാട്ടർ അതോറിറ്റി മാത്രമാണ് അവിടെ ഭരിക്കേണ്ടതെങ്കിൽ അവർ മാത്രം അവിടെ നിന്നാൽ പോരെ? ഒരു മേയറുടെ MLA ആവശ്യമില്ലല്ലോ. കൃത്യമായിട്ട് ടോപ്പിലുള്ള ആൾക്കാർ, ടോപ്പിലുള്ള നേതാക്കന്മാർ, ഇപ്പൊ മന്ത്രിയാണെങ്കിലും MLA-മാരാണെങ്കിലും മേയർമാരാണെങ്കിലും നമ്മൾ എന്തിനാണ് ഇവരെയൊക്കെ എലക്ട് ചെയ്ത് ആ സ്ഥാനത്ത് കൊണ്ടിരുത്തിയേക്കുന്നത്? ഈ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും നടത്തുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ അവരുടെ ഉത്തരവാദിത്വം കൃത്യമായിട്ട് ചെയ്യാതെ താഴെയുള്ള ഉദ്യോഗസ്ഥരുടെ മണ്ടയ്ക്ക് പഴി ചാരിക്കൊണ്ട് എന്ത് കാര്യമാണുള്ളത്? പണി അറിയാവുന്ന ആൾക്കാരെ നിയമിക്കണം. നമ്മുടെ കേരളത്തിൽ മിക്ക സർക്കാർ സ്ഥാപനത്തിൽ ഇരിക്കുന്ന എഞ്ചിനീയർമാർക്കൊക്കെ കൃത്യമായിട്ട് പണി അറിയാമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഇനി ഒന്നും കൂടെ പഠിക്കേണ്ടിയിരിക്കുന്നു. ആ രീതിയിലാണ് അവരുടെയൊക്കെ കാര്യങ്ങൾ. നല്ല രീതിയിൽ അറിവും പഠിപ്പും വിവരവും വിദ്യാഭ്യാസമുള്ള ഒരു ഉദ്യോഗസ്ഥരും ഇല്ല എന്നുള്ളതാണ് സത്യം. അല്ലെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ വരുമോ? ഒരു വാൽവിന്റെ തകരാറ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് 5 ദിവസം എടുക്കുക. അത്രയും ദിവസം ജനങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ വേറൊരു വാർത്ത ഞാൻ കാണാനിടയായി. അതിനകത്തൊരു അമ്മയാണ് സംസാരിക്കുന്നത്. ആ വാർത്ത നിങ്ങളെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഒരു വീട്ടിൽ വേറെ ആരും നമുക്ക് കൊണ്ട് വെള്ളം എടുത്തുകൊണ്ട് വരാനോ ഒന്നിനുമില്ല. ഞാനും സ്ട്രോക്ക് വന്ന് ഒരു സൈഡെല്ലാം അങ്ങ് പോയ ആളാണ്. ഇത്രയും പ്രായമായി, ഇനി നമുക്കൊന്നിനും പറ്റൂല. എല്ലാവർക്കും പറയാനുള്ളത് ഈ ഭക്ഷണം കട്ടങ്കാപ്പി ഇടാൻ വെള്ളമില്ല, ഭക്ഷണം വെക്കാൻ വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല. അതിനപ്പുറത്തേക്ക് ഒരു വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ പറയുന്നത്. കാരണം ഇന്നിപ്പോൾ എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഈ കിടക്കുന്ന അണ്ണം എനിക്കും മരുന്ന് കഴിക്കണം. എന്ത് ചെയ്യും മോനെ? മരുന്ന് കഴിക്കാതിരിക്കാനൊക്കെ ഇല്ല. ഒരു ദിവസം പോലും മുടങ്ങാതെ ഹാർട്ടിൻ്റെയും BP-യുടെ എല്ലാം സ്ട്രോക്കിനൊക്കെ വന്നതിന് കേട്ടോ, ആ അമ്മയുടെ വാക്കുകളിലുണ്ട് അവരുടെ ദയനീയാവസ്ഥ. ആ അമ്മയുടെ വീട്ടിലെ പ്രായമായ ഒരു അച്ഛനുണ്ട്. ആ അമ്മയുടെ ഭർത്താവായിരിക്കും. അവർക്ക് വേറെ ആരുമില്ല. വെള്ളം പോയി വാങ്ങിച്ചു കൊടുക്കാനും അതിനുള്ള പൈസ ഇല്ല. എങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കും, എങ്ങനെ ഗുളിക കഴിക്കും എന്നുള്ള ചോദ്യത്തിന് ആരാണ് മറുപടി പറയാൻ വേണ്ടി പോകുന്നത്? ഈ രീതിയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഭരണകൂടം വേറെ എങ്ങും ഉണ്ടാകത്തില്ല. അത്രയ്ക്ക് നികൃഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും കഴിയും തോറും. അല്ലെങ്കിൽ വെള്ളം പോലും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ദയനീയാവസ്ഥയാണ്. ഇന്നിപ്പോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി കൊടുത്തേക്കാണ്. വെള്ളം കിട്ടുന്നില്ല എന്നതിന്റെ പേരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പോലും അവധി കൊടുത്തേക്കാണ്. കേരളത്തിന്റെ അവസ്ഥ ഇപ്പൊ ആ ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ രീതിയിലൊക്കെ വളർന്നു. അത്രയും മികച്ച രീതിയിലുള്ള ഡെവലപ്മെന്റ് ആണ് കേരളം ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ? 52 കോടി രൂപ എങ്ങാണ്ട് മുടക്കിയാണ് അരുവിക്കരയിൽ പുതിയ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഒക്കെ സ്ഥാപിച്ചത്. പക്ഷെ എന്ത് കാര്യം? ജനങ്ങൾക്ക് അതുകൊണ്ട് എന്ത് ഉപകാരമാണുള്ളത്? ഒരു കാര്യം കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് ഒഴിയുക, റിസൈൻ ചെയ്ത് പോകണം. വേറെ ആൾക്കാരെ, കഴിവുള്ള ആൾക്കാരെ അവിടേക്ക് നിയമിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അലംഭാവം ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മേയർ തന്നെ അതിനകത്ത് ഇടപെടണം. അവിടെയുള്ള ഉദ്യോഗസ്ഥരോട് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറയണം. മാധ്യമങ്ങൾ ഇടപെടുമ്പോൾ മാത്രമല്ല നിങ്ങളുടെ ആ ഒരു ഇത് കാണിക്കേണ്ടത്. കുടിവെള്ളം മുട്ടിക്കുക, അന്നം മുടക്കുക, ഇതിൽ കൂടുതൽ എന്താണ് ഇനി കേരളത്തിലെ ജനങ്ങൾക്ക് വരാനുള്ളത്? അത്രയും നീചമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലുള്ള ഭരണകൂടം. ഇനി അവസാനം നമ്മളെ എല്ലാം മണ്ണിട്ട് മൂടി ഇതിന്റെ മണ്ടയ്ക്കൊരു പൊടിയും കൂടെ കൊണ്ട് കുത്തിയിട്ട് മാത്രമേ ഈ രാജവാഴ്ച അവസാനിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്.